ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലസാനിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഡ്രൈ റെഡ് ചില്ലീസ് ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യുക. സോൾട്ട്, പിന്നെ പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഗരം മസാല ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും എടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻസ് ഞാൻ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് റെഡ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് വരുമ്പോൾ ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഇത് റെഡ് സോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജാറിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഒരു ബട്ടറിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് സോൾട്ടും ഷുഗറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് തിക്കാക്കി എടുക്കും. ഇനി ഇത് വൈറ്റ് സോസിന് വേണ്ടിയിട്ടാണ്. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ, ഒറിഗാനോ, പിന്നെ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോൾ ഒരു ഹാഫ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ തിക്കാക്കുക. ലസാനിയുടെ ബേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ സമോസ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ വൈറ്റ് സോസും പിന്നെ റെഡ് സോസും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നും സോസ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലെയർ വീണ്ടും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാം. ഫസ്റ്റ് പ്രോസസ്സ് ചെയ്ത അതേ സമയം തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുക. സോസുകൾ ആഡ് ചെയ്യുക. പിന്നെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സെക്കൻഡ് ലെയറിൽ കുറച്ച് മസാല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് സമോസ ഷീറ്റ്സ് ലെയർ ചെയ്തതിന് ശേഷം സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ലെയർ ചെയ്തെടുക്കുക. മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം.